ഖത്തറിലെ സൂഖ് വാക്കിഫിൽ പൂക്കളുടെ പരിമളം പരത്തിയ 5ാമത് പുഷ്പമേള. നിരവധി സന്ദർശകരാണ് ഓരോ ദിവസവും എത്തുന്നത്. ഡിസംബർ 4-ന് ആരംഭിച്ച പുഷ്പമേള 15-ന് സമാപിക്കും. ഖത്തറിലെ കാലാവസ്ഥയനുസരിച്ച് ചെടികളും ഫലവൃക്ഷങ്ങളും നട്ടുവളർത്താൻ അനുയോജ്യമായ നവംബർ-ഡിസംബർ മാസങ്ങളിലാണ് എല്ലാ വർഷവും പുഷ്പമേള സംഘടിപ്പിക്കാറുള്ളത്. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിലെ കാർഷികകാര്യ വകുപ്പുമായി സഹകരിച്ച് സൂഖ് വാക്കിഫ് ഒരുക്കുന്ന 12 ദിവസത്തെ മേളയിൽ വീടുകളും ഫ്ളാറ്റുകളും മനോഹരമാക്കുന്നതിനുള്ള അലങ്കാര ചെടികൾക്കും ഫലവൃക്ഷങ്ങളുടെ തൈകൾക്കും പുറമെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട കീടനാശിനികൾ, വളങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ വലിയൊരു ശേഖരം തന്നെ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്തെ 20ഓളം നഴ്സറികളും 24 ഫാമുകളും പങ്കെടുക്കുന്ന പ്രദർശന നഗരിയിലെത്തി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ കുടുംബസമേതമാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള സന്ദർശകർ ഒഴുകിയെത്തുന്നത്. തണുത്ത കാലാവസ്ഥയും പുഷ്പാലങ്കൃതമായ ചുറ്റുപാടും ആസ്വദിച്ച് വെറുതെ സൊറ പറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്നവരും പ്രദർശന നഗരിയിലേക്ക് എത്തുന്നു. വൈവിധ്യമാർന്ന പൂക്കൾ ആകർഷകമായ രൂപഭംഗിയിൽ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തവണ സൂഖ് വാക്കിഫ് സന്ദർശകരെ വരവേൽക്കുന്നത്. നല്ല എക്സ്പീരിയൻസ്. വൈകിട്ട് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരു സന്തോഷമായിട്ട് വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് ഇരിക്കാൻ പറ്റിയൊരു നല്ലൊരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തു. അത്യാവശ്യം കാണാനൊക്കെ ഉള്ള നല്ല ഇതുണ്ട്. കുട്ടികളോട്ടൊക്കെ വന്ന് ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സമയമാണ്. രാജ്യത്തെ പ്രാദേശിക നഴ്സറികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കർഷകർക്ക് മികച്ച വിപണന സൗകര്യം ഒരുക്കുന്നതോടൊപ്പം അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാനും അധികൃതർ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു. പൂന്തോട്ടവും റോഡ്, വാട്ടർഫോൾസും ഉൾപ്പെടെ മനോഹരമായി തന്നെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. പൂച്ചെടികൾ, വിവിധ പഴവർഗ്ഗങ്ങളുടെ തൈകൾ, പച്ചക്കറി വിത്തുകൾ, ചെടികൾ, അലങ്കാര ചെടികൾ എന്നിവയും മേളയിൽ ലഭ്യമാണ്. സൂഖ് വാക്കിഫിന്റെ പടിഞ്ഞാറൻ സ്ക്വയറിൽ രാവിലെ 9 മുതൽ രാത്രി 10 വരെയും വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 10 വരെയും പ്രദർശനം പൊതുജനങ്ങൾക്കായി തുറന്നിരിക്കും. സൂഖ് വാക്കിഫ് അക്ഷരാർത്ഥത്തിൽ ഒരു ഉദ്യാന നഗരിയായി മാറിയിരിക്കുകയാണ്. ഖത്തർ ദേശീയ ദിനം പ്രമാണിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ സന്ദർശകരുടെ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂഖ് വാക്കിഫിലെ ഉദ്യാന നഗരിയിൽ നിന്നും അൻവർ പാലേരി, 24.